നമസ്കാരം, എല്ലാവർക്കും ദേവികബ്ര റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഇല്ലാത്ത ഒരു ഫിഷ് കറി, അതായത് കായ ഇട്ടിട്ട് ഉണ്ടാക്കണ ഒരു ഫിഷ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം പറയണേ. ഈ റെസിപ്പി ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇപ്പൊ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരെയൊക്കെ കിട്ടിയിരിക്കണത് ഈ ടൈമിലാണ് എനിക്ക്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം. നമുക്ക് ഞാൻ ഉണ്ടാക്കാൻ പോണത് കായ വെച്ച് മീനില്ലാത്തൊരു ഫിഷ് കറി കേട്ടോ. അതായത് കായ എന്ന് പറയുന്നത് ഇതിവിടെ ഉണ്ടായതാണ്. അപ്പൊ അത് വീണു, മഴയത്ത് വീണു. അപ്പൊ ആ കായ വെച്ചിട്ട് അതൊരു 4-5 കായ എടുത്തിട്ട് ഇതുപോലെ നെടുകെ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു വലിയ ഒരു സവാള, ഒരു 2 തക്കാളി, കൊടംപുളി, ഇതും പിന്നെ തേങ്ങയും ആണ് ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് ഞാൻ കുറച്ച് പെട്ടെന്ന് കാണിക്കാം. അപ്പോൾ അതായത് നമ്മളൊരു അപ്പൊ ഞാനൊരു പാൻ വെച്ചു. പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, കാരണം ഫിഷ് കറിക്ക് വെളിച്ചെണ്ണ, ഫിഷ് ഇല്ലാത്ത ഫിഷ് കറി. ഞങ്ങൾ വെജിറ്റേറിയൻ ആണ്, എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ എന്താ പറയാ, നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റേറിയൻ കറി ഉണ്ടാക്കാം. പാനില് ഞാൻ കുറച്ച് ഉലുവ ഇട്ടു. കടുകല്ല പൊട്ടിക്കേണ്ടത്, കാരണം നമ്മള് ഫിഷ് കറി വെക്കുമ്പോ ഉലുവയാണ് ഇടുക. അപ്പൊ ഞാൻ അതുപോലെ ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 സവാള കട്ട് ചെയ്തത് ഇടുകയാണ്. ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ചെറിയ ഉള്ളി ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഒരു ചെറിയ ഉള്ളി ഇതിന് മുകളിൽ വഴച്ചിടും, ഈ കറിക്ക് മുകളിൽ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സവാള ഒരു വലിയൊരു സവാള എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് നല്ലോണം വഴച്ചാണ്. അപ്പൊ അത് വഴറ്റട്ടെ. അപ്പോൾ ഞാൻ ഇത് വഴറ്റി, ഉള്ളി, സവാള ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ സവാള ഉണ്ടായിരുന്നില്ലേ, അതെടുത്ത് വഴറ്റി. പിന്നെ ഞാൻ ഇനി അതിനകത്തോട്ട് തക്കാളി ഞാൻ കുറച്ചിങ്ങനെ വലുതാക്കിയിട്ടാട്ടോ ഇട്ടേക്കണത്, കാരണം വല്ലാണ്ട് ഇതിങ്ങനെ അലിഞ്ഞ് അങ്ങനെ ചേരണ്ട, കുറച്ചിങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും ഉണ്ടാക്കാം. തക്കാളിയും കൂടിയും ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് പിന്നെ ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ തേങ്ങ എടുത്ത് തേങ്ങയും മല്ലിയും മുളകും കൂടിയും ചേർത്ത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ അരപ്പ്. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ വെച്ചിട്ടാണ് നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇപ്പം ഇതൊന്ന് ഒരുവിധം തക്കാളി ഒരുവിധം വഴണ്ട് വന്നാൽ മതി, അതായത് ഫ്രൈ ആയാൽ മതി. അതിന് ശേഷം ഞാൻ ചെയ്യണത്, ഞാൻ നേരത്തെ കാണിച്ചു, കൊടംപുളി കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ കായയും കൂടി, നേന്ത്രക്കായ ആണോന്നറിയില്ല കേട്ടോ, അവിടെ കൊടുങ്ങല്ലൂർ ഉണ്ടായതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ മഴ വന്നപ്പോൾ അത് കൊല വീണു. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അത് താഴെ ഒടിഞ്ഞ് വീണിരിക്കുമായിരുന്നു. അതിന് നമ്മൾ സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തില്ല. അപ്പോൾ ആ കായ നേന്ത്രക്കായൊന്നും അല്ല, ഇത് ഏതോ പഴമൊന്നും അറിയില്ല, ഞാലിപ്പൂവനാണോ അതറിയില്ല. എന്തായാലും ഏത് കായാണെങ്കിലും കുഴപ്പമില്ല, അതുകൂടി നമുക്ക് ഏത് കായ വെച്ചും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ആ കായും കൂടി ഞാനൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഇത് വരും. അപ്പം ഞാൻ ഉള്ളി വഴറ്റുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഉപ്പും അതിൽ പിടിക്കും. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഞാൻ ഓൾറെഡി ഒരു 1.5 സ്പൂണും മല്ലിപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ അരച്ചത്. അപ്പം ഞാൻ ഇതിലൊരു ഇത്രയും മല്ലിപ്പൊടി, അതായത് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടൊന്ന് വഴറ്റുക. അത് ഈ വഴറ്റുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ കൊടംപുളി, ഒരു 2-3-4 കൊടംപുളി എടുത്തിട്ടുണ്ട്, അതും കൂടിയിട്ട് ഒന്ന് വഴറ്റുക.
കഴുകിയെടുത്തതാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് നമ്മൾ അരച്ചു വെച്ച അരപ്പും കൂടി ചേർക്കണം. അപ്പോഴാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ് ആവുള്ളൂ കേട്ടോ. ഇതിപ്പോ ഞാൻ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കിയത് ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയൊരു പാനിൽ ഉണ്ടാക്കണത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇത് കുറേശ്ശെ തിളച്ചു തുടങ്ങി. അപ്പൊ ആ കായ ഒന്ന് വേവണല്ലോ. അപ്പൊ നമുക്ക് അതിന് പറ്റിയ ഒരു ക്യാപ്പ് എടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. ആ പാത്രം ഇങ്ങനെ അടച്ചു വെക്കുക. അപ്പൊ അതൊന്ന് വേവാനുള്ള സമയം എടുക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഓൾറെഡി ഞാൻ ഇതില് സവാള വഴറ്റിയപ്പോ ഉപ്പിട്ടിരുന്നു. അതെനിക്ക് കാണിച്ചോന്ന് അറിയില്ല. ഞാൻ കുറച്ചു നേരം ക്യാമറ ഓഫ് ചെയ്തിട്ടായിരുന്നു കുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ വഴറ്റിയത്. അപ്പൊ ഇപ്പൊ കണ്ടില്ലേ ഇതിപ്പോ. അപ്പൊ കായ നമുക്ക് വെന്തോന്ന് അറിയാൻ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ആയിട്ടില്ല മുഴുവനും. പിന്നെ നമുക്ക് വെള്ളം കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളമാണിത്. അത് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വല്ലാണ്ട് കുറുകിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പൊ അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പൊ ഞാനതിന്റെ ഒരു ക്യാപ്പ് വെച്ച് അടക്കുകയാണ്. കുറച്ചു നേരം വെന്തിട്ട് നമുക്ക് നോക്കാം. വേവട്ടെ. ഈ ഫിഷ് കറി അതായത് ഇത് നന്നായി തിളച്ചു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിന്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം ചെയ്തു. ചെറിയ ഉള്ളിയും കരിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഈ കറിയുടെ മുകളിലേക്ക് ഇടുകയാണ് കേട്ടോ. അത് അത്യാവശ്യമാണ്. കാരണം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് നമുക്ക് സ്വാദ് കൂട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അടിപൊളി ഫിഷ് ഇല്ലാത്ത ഫിഷ് കറി കണ്ടില്ലേ. ഇതാണ്. ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ എന്നിട്ട് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടോന്നും കൂടി പറയണം കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ ദേവിക റെസിപ്പിയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.